ഹായ് ഗൈസ്, സൂപ്പർ ടേസ്റ്റുള്ള വ്യത്യസ്ത രുചിയുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നേക്കുന്നത്. മീൻ സ്പെഷ്യൽ കറി. അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് മീൻ സ്പെഷ്യൽ കറി ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ആവോലി നന്നായി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ 4 ചെറുനാരങ്ങ, 300 ഗ്രാം ചുവന്നുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ 500 ഗ്രാം ചുവന്നുള്ളി വരെ ഈ കറിയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയുടെ അളവ് കൂടി കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനെടുത്ത 300 ഗ്രാം ചുവന്നുള്ളി ഇവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞെടുത്ത് നീര് വെച്ചിട്ടുണ്ട്. ഇനി 1.5 മുറി നാളികേരമാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കിലോയോളം മീനുണ്ടല്ലോ, അപ്പോൾ 1.5 മുറി വേണം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, അര കിലോ മീനിന് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ 1 കിലോ മീനിന് 4 ടേബിൾ സ്പൂണോളം. ഇപ്പോൾ ഇത് 6 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഞാൻ എത്ര എടുത്തത് എന്താണെന്ന് വെച്ചാൽ ആ മീൻ കറിക്ക് നാരങ്ങയുടെ പുളി മണമൊക്കെ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ അരച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം നല്ല ഫൈനായിട്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ പൊടികൾ ചേർത്ത് അരയ്ക്കുന്നത്. ഇനി ഈ അരച്ച തേങ്ങയിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ എരിവുള്ള സാധാരണ മുളക് പൊടി, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പ് കൂടി ഇരിക്കട്ടെ. നമുക്ക് ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത വെളിച്ചെണ്ണ മാത്രമായിട്ട് അതിൽ ചേർത്തിട്ടുള്ളൂ, പിന്നെ എണ്ണ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയും വേപ്പിലയും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ജാറും കൂടി കഴുകി ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ഒഴിച്ച ശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി ഈ അരപ്പൊന്ന് തിളച്ച് വേവാനായിട്ട് മൂടി വയ്ക്കാം. ഈ അരപ്പും വെള്ളവും കൂടി നന്നായി തിളച്ച് നല്ലൊരു മണം വരും. ഈ അരപ്പിൻ്റെ തിളച്ച് വേവണ മണം. അപ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂടി തുറന്നിട്ട് ഞാൻ അടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ആ ചെറിയ ഉള്ളിയൊക്കെ ആ ചട്ടിയുടെ അടിയിൽ പോയി കിടന്നിട്ട് കരിഞ്ഞ് പോകാതിരിക്കാനാണ് ഞാൻ ഇളക്കി കൊടുത്തത്. വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചെറുതായിട്ട് വെന്ത മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരൊന്ന് അരിച്ച ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലെ കുരുക്കളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിക്കാൻ പറഞ്ഞത്. ഇനി ഒരു 6-8 മിനിറ്റ് നേരം ഇതുപോലെ മൂടി വെച്ച് വേവിച്ച് മൂടി തുറന്നു ഞാൻ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. എന്താണ് ഈ മീൻ കറി സ്പെഷ്യലാവാൻ കാരണം എന്ന് മനസ്സിലായില്ലേ? ഇതിൽ വാളംപുളി, കുടംപുളി, ഇഞ്ചി, പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല ഞാൻ. പുളിക്ക് ചെറുനാരങ്ങയാണ് ചേർത്തേക്കണത്. അപ്പോൾ ഈ ചെറുനാരങ്ങ ചേർത്ത് മീൻ കറി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി